ശ്രീ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നോബൽ, ആ വാർത്ത ഇങ്ങനെയാണ്: അംഗത്വം എടുക്കുകയല്ല ചെയ്തത്, അത് ഒരു നിയമപ്രശ്നം, ആന്റി ഡിഫെക്ഷൻ ലോ ഉള്ളതുകൊണ്ട് അതിലൊരു നിയമപ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പി വി അൻവറിന്റെ നീക്കം. പി വി അൻവർ TMCയുടെ സംസ്ഥാന കോർഡിനേറ്ററായി ചുമതലയേറ്റിരിക്കുന്നു. അംഗത്വം എടുക്കുക ഇനി ലീഗൽ ഒപ്പീനിയൻ എടുത്തതിന് ശേഷമാണെന്നാണ് അറിയുന്നത്. പിണറായി സത്തെ താഴെ ഇറക്കുക. പക്ഷേ അപ്പോഴും തൃണമൂൽ കോൺഗ്രസ് വെസ്റ്റ് ബംഗാളിലുള്ളതുപോലെ കോൺഗ്രസിനോടുള്ള വിരോധം ഇവിടെ ഉണ്ടാവില്ല. UDF-നോട് ചേർന്ന് നിന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുമെന്ന നിലയിലാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് ഇന്നലെ ഇത് വളരെ രഹസ്യമായി നടത്തിയ ഒരു ഓപ്പറേഷനാണ്. UDF കേന്ദ്രങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷം തിരുവനന്തപുരത്തെത്തി KPCC ഭാരവാഹികളെയും ഒക്കെ കണ്ടതിന് ശേഷമാണ് പി വി അൻവർ കൽക്കത്തയിലേക്ക് പോയത്. മറ്റാരും അറിയാതെ നടത്തിയ ഒരു രഹസ്യ നീക്കമാണ് ഇപ്പോൾ ഈ സംസ്ഥാന കോർഡിനേറ്റർ പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലേ നോബൽ? അരുൺ, തീർച്ചയായും വളരെ രഹസ്യമായ നീക്കമാണ് TMC പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PV അൻവർ MLA നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു അവസാനമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ കോർഡിനേറ്ററായി അദ്ദേഹം, തൃണമൂൽ കോൺഗ്രസിന്റെ കോർഡിനേറ്ററായി ഇപ്പോൾ അംഗത്വം അത്തരത്തിൽ ആ പദവിയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിൽ കൃത്യമായി തന്നെ പറയുന്നത് PV അൻവർ TMCയിൽ അംഗത്വം സ്വീകരിച്ചു എന്നാണ്. അരുൺ, എന്താണെങ്കിലും PV അൻവർ പറഞ്ഞതുപോലെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനാണ് സംസ്ഥാനത്ത് ശ്രമിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസിന് കൂടുതൽ അംഗങ്ങളെയും ഒപ്പം പ്രവർത്തകരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നിപ്പോൾ കൊൽക്കത്തയിലെ അഭിഷേക് ബാനർജിയുടെ ഓഫീസിൽ വെച്ചാണ് ഇപ്പോൾ ഈ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. വളരെ രഹസ്യപരമായിരുന്നു ഈ നീക്കം, രഹസ്യമായിട്ടായിരുന്നു ഈ നീക്കം ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സൂചനയും നേരത്തെ തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിക്കാൻ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസുമായി അടുക്കാൻ അൻവർ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ എല്ലാവരും കരുതിയത്. അങ്ങനെയാണ് പിന്നീട് റിപ്പോർട്ടുകളും വന്നത്. എന്താണെങ്കിലും ഇപ്പോൾ വളരെ രഹസ്യമായി തന്നെ ആ നീക്കം നടത്തുകയും ആ ഓപ്പറേഷൻ അൻവർ വിജയകരമായി തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുന്നു. അതിന്റെ സംസ്ഥാനത്തെ കോർഡിനേറ്ററായി പ്രവർത്തിക്കാനുള്ള ദൗത്യമാണ് നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അഭിഷേക് ബാനർജി അടക്കമുള്ളവർ നൽകിയിരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രവർത്തനം എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ CPM-നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് പടുത്തുയർത്തി അവിടെ അധികാരത്തിലേക്ക് വന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അത്തരത്തിൽ CPM-ന് കേരളത്തിലും അൻവർ കൂടുതൽ തലവേദനയാകുമോ എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു. തീർച്ചയായിട്ടും. മാത്രമല്ല അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ അത് TMCയുമായിട്ട് യോജിച്ചു പോകുന്ന ആശയങ്ങളാണ് എന്ന് സമർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ സംസ്ഥാന കോർഡിനേറ്റർ പദവി കൊടുക്കുന്നത്. മുബഷീർ നമുക്കൊപ്പം ചേരുന്നു. മുബഷീർ, എന്തായാലും TMCയിലേക്ക് എത്തുകയാണ് PV അൻവർ. ഈ രാഷ്ട്രീയ നീക്കം നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണോ? കാരണം DMK-യിൽ ലയിക്കാനുള്ള ഒരു തീരുമാനം ആദ്യം PV അൻവർ എടുത്തു. പക്ഷേ അത് പിന്നീട് മറ്റേതൊക്കെയോ കാരണങ്ങളാൽ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത് PV അൻവർ തന്നെ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിട്ട് നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് അത് തടസ്സപ്പെടുത്തിയതെന്നാണ്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാനുള്ളൊരു നീക്കം നേരത്തെ നടത്തിയിരുന്നു. പക്ഷേ ആ നീക്കം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നു. PV അൻവർ രണ്ടാം ഘട്ടത്തിലുള്ള വരവ് ആ അർത്ഥത്തിൽ എന്തു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സൂചനയാണ് നൽകുന്നത്? അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും മുബഷീർ? അതായത് അരുൺകുമാർ, PV അൻവറിന്റെ രാഷ്ട്രീയ ചുവടുമാറ്റവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരുന്നു തൃണമൂൽ കോൺഗ്രസിലേക്ക് അൻവർ പ്രവേശിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങൾ. അൻവർ ആദ്യഘട്ടത്തിൽ ഒരു സാമൂഹ്യ കൂട്ടായ്മ രൂപീകരിക്കുന്നു. DMK എന്ന് പറയുന്ന സാമൂഹ്യ കൂട്ടായ്മ മലയോര മേഖലയിലെ ജനങ്ങളുടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം. മഞ്ചേരിയിൽ നടത്തിയ ആ പ്രഖ്യാപനത്തിൽ അൻവർ മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു ഘട്ടത്തിൽ ആ ഒരു രാഷ്ട്രീയ നീക്കം സാധിക്കാതെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇടതുപക്ഷത്തിനെതിരെ, വിശേഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു അമ്പായി അൻവർ ഉന്നയിക്കുന്നു. അദ്ദേഹം അതിന് തടസ്സമിട്ടത് കൊണ്ടാണ് DMK-യിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ പോയതെന്ന് അന്ന് അൻവർ ഉന്നയിച്ചിരുന്നു. പിന്നീട് ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു അൻവർ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പ്രവർത്തിച്ചിരുന്നത്. അതിനിടയിൽ അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് എന്ന രീതിയിലുള്ള വാർത്തകൾ, വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അദ്ദേഹം അത് നിഷേധിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും മതേതര കക്ഷികളുമായി ചർച്ച നടത്തുന്നുണ്ട്. അത് ഇനിയും തുടരും. അത് ഏത് കക്ഷിയാണെന്നതിനൊന്നും തന്നെ അദ്ദേഹം ആ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരണം നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സ്ഥിരീകരണം വരുമ്പോൾ അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തന്നെയാണ് വഴിവെക്കുന്നത്. വിശേഷിച്ചും അൻവറിന്റെ UDF മുന്നണിയിലേക്കുള്ള പ്രവേശനം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ UDF-ന്റെ നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. അതും പ്രധാനപ്പെട്ട ഒരു പദവി തന്നെ അദ്ദേഹത്തിന് നൽകുമ്പോൾ അതിലൂടെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സന്ദേശം, രാഷ്ട്രീയ നീക്കങ്ങൾ എന്തുള്ളതാണ് രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ നോക്കിക്കാണുന്നത്. എന്തായാലും അപ്രതീക്ഷിത
വിരുദ്ധമായിട്ടുള്ള ഒരു നീക്കം. ഒരുപക്ഷെ അതിനാടകീയമായ സംഭവങ്ങളിലൂടെ അൻവറിന്റെ അറസ്റ്റിനുൾപ്പെടെ വലിയ സ്വീകാര്യത ലഭിച്ചു. അതിലെതിർത്തും അനുകൂലിച്ചും വലിയ അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരികയും വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി കൂടിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിലേക്ക് അൻവറിനെ എടുത്തുകൊണ്ടുള്ള ഒരു വിവരം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് തന്നെയായിരിക്കും അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. ഇനി ഏത് തരത്തിലായിരിക്കും അൻവർ ഈ ഒരു രാഷ്ട്രീയ അംഗത്വം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ പോകുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. വിശേഷം അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നീക്കവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നത് UDF മുന്നണിയിലേക്ക് പ്രവേശിക്കുന്നത് വഴി നിലമ്പൂരോ തിരുവമ്പാടിയോ അല്ലെങ്കിൽ തവനൂരോ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ UDF അദ്ദേഹത്തെ നിർദ്ദേശിക്കുമെന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തൃണമൂലിന്റെ ഒരു ഔദ്യോഗിക വക്താവായി അല്ലെങ്കിൽ ഔദ്യോഗിക അംഗത്വം സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹം മാറുന്നതോടുകൂടി UDF അതുമായി സഹകരിക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. അദ്ദേഹം ഉയർത്തുന്ന ആശയങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ സ്വാഭാവികമായിട്ടും തൃണമൂലുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. പരോക്ഷമായി അത് അദ്ദേഹം തന്നെ ആ ഒരു ഘട്ടങ്ങളിലൊക്കെ തന്നെ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് തന്റേത്. മതേതര ചേരിയിൽ അണിനിരന്നുകൊണ്ട് സാധാരണക്കാരുടെ വിഷയങ്ങൾ അത് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം അത് ഇനിയും തുടരുമെന്നുള്ളതായിരുന്നു അദ്ദേഹം DMKയുടെ പ്രഖ്യാപനത്തിൽ വെച്ച് പറഞ്ഞിരുന്നത്. എന്തായാലും ആ ഒരു സാമൂഹ്യ കൂട്ടായ്മ അത് ആ നിലയിൽ തന്നെ അവിടെ നിലനിർത്താനാണ് സാധ്യത. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തൃണമൂൽ കോൺഗ്രസിൽ സജീവമായിക്കൊണ്ട് കേരളത്തിൽ UDFിലേക്ക് എങ്ങനെ അദ്ദേഹം ചേക്കേറും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു മുബഷീർ. അങ്ങനെ PV അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്താ സായാഹ്നത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത.